വെൽക്കം ബാക്ക് ടു ഫെദറിംഗ് സിസ്റ്റേഴ്സ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സർപ്രൈസ് വീഡിയോ ആണ്. അപ്പൊ ഞാൻ എന്താ സർപ്രൈസ് എടുക്കല്ലേ 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഇത് നമ്മുടെ കുഞ്ചിയാണ്. ഇത് എന്റെ കുഞ്ചിയാണ്. ഇത് ഹാനി ആകെ ഫോണിൽ എല്ലാവർക്കും നല്ല അടിപൊളി കോൺ ബോക്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങള് ചെറുപ്പത്തില് തൊട്ട് ഇതാണ് മുന്നേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് നമുക്ക് നേരെ വീഡിയോ. എന്റെ കുഞ്ചി പൊട്ടിച്ചിട്ടില്ല. ഇവിടെ ഉള്ള ഒരു മൂടി കാണുന്നതാണ്. പക്ഷെ ഒരു കാര്യം, ഞാൻ എന്തിനും വെയിറ്റ് ചെയ്യുന്നറിയോ, ഇതിനകത്തിന്റെ ഒരു പഴയ സ്കെയിലുണ്ട്. ഞാനത് ഡ്രോയിങ് ഒക്കെ യൂസ് ചെയ്യുന്ന സ്കെയിലാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കാത്തിരിക്കുന്നത്. അങ്ങോട്ട് നീ എന്നാലല്ലേ. അപ്പൊ ഹാനിന്റെ നമുക്ക് ആദ്യം കുഞ്ചി പൊട്ടിക്കാം. കിട്ടുന്നില്ല. പോരട്ടെ അങ്ങോട്ട് പോരട്ടെ. തൊട്ടിക്കാം. എന്നതാ പോയി ഗൈസ്. 50 റുപ്പീസാ ഗൈസ്. 25 കളക്റ്റിങ്ങിന് വെക്കാം ഗൈസ്. കളക്ഷൻ ഇതിനകത്ത് ഞങ്ങളില്ലേ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കോയിൻസ് ഇട്ടിട്ടുണ്ട്. ആ കോയിൻസ് ഒക്കെ ഞങ്ങൾ കളക്ട് ചെയ്യാൻ വെക്കും ഗൈസ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഉപ്പ കൊടുക്കും. ഉപ്പ കളക്റ്റിങ് വെച്ചിട്ടുണ്ട്. ഉപ്പ കളക്ഷൻ വെക്കാൻ വേണ്ടി ഞാൻ ഉപ്പൊക്കെ തരുന്നുണ്ട്. എന്റെ സ്കെയില് ഗൈസ്, ഇതാണ് എന്റെ ചില്ലറ. എന്റെ അപ്പൊ ഹാനിന്റെ എല്ലാം പോന്നു. പക്ഷെ എന്റെ സ്കെയില് മാത്രം പോകുന്നില്ല. ഇതാ ഞാൻ എടുത്തരാം. നമ്മള് കോയിൻസ് ഞാൻ എണ്ണ പോലെ 10 ആദ്യം 10ന്റെ കോയിൻസ് ഒക്കെ എടുക്കും. 10 എടുത്ത് 10 ആകുമ്പോൾ ഈസി ആട്ടോ. എന്നാലും പിന്നെ 5 ബാക്കിയുള്ളതൊക്കെയാണ് ഇങ്ങനെ തീരുന്ന കൂട്ടി. അപ്പോൾ ഞാൻ 5 ഒക്കെ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് 5 ആണ് ഗൈസ്. 5 ഞാൻ ഇവിടെ കുറേ നേരം ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഹാനിയും കുറേ 5 തരുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നല്ലേ. അതൊന്നും കളക്ട് ചെയ്യാനുള്ളതല്ല. ചെറിയ ഹാനിന്റെ അടുത്ത് ഉണ്ട് കേട്ടോ. ഹാനി ശ്രദ്ധിക്കാനില്ല ഗൈസ്. കുറെ 5 ഉണ്ട്. ഇവിടെ ഞാൻ ഇത്രയും 5s ഉണ്ട്. ഇനിയും ഉണ്ട്. ക്യാഷ് തപ്പിക്കാനൊക്കെ കിട്ടും ഗൈസ്. 5 അത് 2 അല്ല 5 ഹാനിന്റെ ഒരു കൊഞ്ച് പൊടിച്ചപ്പോ നമ്മൾക്ക് കിട്ടിയതാണിത്. ഇത് ഫോണാണ് എന്റെ കൊഞ്ച്. അതാണ്. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് സ്പെഷ്യലാണ് ഗൈസ്. ഇന്ത്യയിലും ഒന്നുണ്ട്, ഹാനിന്റെയിലും ഒന്നുണ്ട്. സ്പെഷ്യൽ 20 ആണ്. 20യുടെ റുപ്പീസ്. കാരണം 20 ആണ്. ഇത് സിൽവറും 462 50 പൈസ ആണ് ഹാനിന്റെ. ഇതൊക്കെ അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് എന്റേത് എടുക്കണം ഗൈസ്. ഇത് ഇവിടെ ഇത്രയും കോയിൻസ് എന്റെ ഒരു കിട്ടിയ ഒരു പൈസയാണ് ഈ കോയിൻസ് ഒക്കെ. ഒന്ന് ഇത് 20 പൈസ 5. ഫ്രണ്ട്സ്, ഞങ്ങൾ ഹനീന്റെ ഒക്കെ കഴിഞ്ഞ് കുറെ ക്ഷീണിച്ചു ഗൈസ്. ഇനി എന്റേതിന്റെ വരവാണ്. ഇത് ഭയങ്കര കട്ടിങ് കിട്ടില്ല. അതിനെക്കൊണ്ട് ഞാൻ അപ്പനെ വിളിക്കാൻ പോവാ. ഇപ്പാന്ന് വരാം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കളക്ട് ചെയ്യാൻ പറ്റിയ പൈസ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫുള്ള് കട്ട് ചെയ്ത് ഉമ്മ അതെ ഞാൻ നോക്കുന്ന. എന്റെ 10 ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ
ഹാനിൻ്റെ അവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി നമുക്ക് എന്താക്കണം, നോട്ടാക്കി എടുക്കണം. നമ്മൾ താഴത്തെ കടയിൽ പോയി നോട്ടാക്കി എടുക്കും. ഇനിയിട്ട് എത്രയാന്ന് പറഞ്ഞുതരാം. ഇതൊക്കെ 5ന്റെ കോയിൻസ്, ഇത് 10, ഇത് 10 നോട്ട്, ഇത് 50 ആണ് ഇതൊക്കെ. ഓക്കെ, പിന്നെ ഇതാ 2ൻ്റെത്, 10ൻ്റെത്, 2ൻ്റെത്. അത്രയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് 835 രൂപയാണ് മൊത്തത്തിൽ ഇപ്പൊ കിട്ടിയത്. 835 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പൊ കളക്ഷൻ കോയിൻസ് ഇതാ അവിടെ ഉണ്ട്. അത് എണ്ണീട്ടില്ല കേട്ടോ, അത് എണ്ണാൻ പറ്റില്ല. ഇതാ ലോട്ടസിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഇതിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോണേ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ മറന്നു. ഹാനിന്റെ എത്രയാണ്? 400 അത്രയാണ്. അപ്പൊ ഇതൊക്കെ ഒരു കടയിൽ കൊടുത്തിട്ട് നോട്ടാക്കി എടുക്കണം ഗൈസ് നമ്മള്. ഓക്കെ, അപ്പൊ നമുക്കിത് നോട്ടാക്കിയിട്ട് വന്നിട്ട് നമുക്ക് നേരെ ഷോപ്പിൽ പോവാം. നമ്മള് സാധനം വായിക്കാനായിട്ട് കാറിൽ കയറിയിട്ടുണ്ട്. ഹാനി ചെറുതായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാനി ഫ്രണ്ടിലാണ്. എനിക്ക് ഇങ്ങനെ എന്തൊക്കെയോ ആവുന്നുണ്ട്, തല്ലെങ്കിൽ കാറ് കയറി. അതാണ് പ്രശ്നം. അപ്പൊ നമ്മള് കുഞ്ചൊക്കെ പൊട്ടിച്ചു. അമ്മയുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, കുറച്ച്. എത്ര ഉണ്ടായിരുന്നു? ഞാനും ഹാനിയും ഉപ്പയും ഉമ്മയും കൂടെ സാധനങ്ങൾ മേടിക്കാൻ പോവാണ് കടയിലേക്ക്. കാണാനില്ല, പിന്നെ എങ്ങനെയാ. അപ്പൊ ഇതാ ഗൈസ്, നമ്മള് ഇവിടെ എത്താനായിട്ടുണ്ട്. ഹോട്ടലായി പോയി. നമ്മള് ഷോപ്പിൽ എത്താനായിട്ടുണ്ട് തോന്നുന്നു. കുന്നമംഗലത്ത് ഫാമിലി എത്തിയോ? ഇതാ ഗൈസ്, ഫാമിലി ഇവിടെ ഉണ്ട് ഗൈസ്. ഫാമിലി ഇതാ ഞങ്ങള് ഫാമിലി കയറുമ്പോ കാണിച്ചു തരാം കേട്ടോ. Guys, the family guys, yo! Etti. Dada. Indada zakkare. Hadi. അപ്പൊ ഗൈസ്, നമ്മൾ ഇതാണ് ഇസൂന് സെലക്ട് ചെയ്തത്. ഇവിടെ വേറെ കളക്ഷൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ ഇസൂന് വലുതാണ് ഗൈസ്. അതിനെക്കൊണ്ട് ഞങ്ങൾ കിട്ടിയത് എടുത്തു പോകുന്നു. ഫ്രണ്ട്സ്, നമ്മൾ ആ ആൻറ്റീൻ്റെ കൂടെ നടന്ന് പോവുകയാണ് ഗൈസ്. അപ്പോൾ ആ ആൻറ്റി ഹാനിക്ക് എന്തോ കാണിച്ചു കൊടുത്തു. എന്തോ ഒരു ബലൂണ്, ഹാനിക്ക് 3 ബലൂണ് കൊടുത്തു. അപ്പോൾ ഒന്ന് ഹാനി എനിക്കും തന്നു, ഒന്ന് ഇസുബേബിന് ഞാൻ തപ്പി നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഹാനീനെ കിട്ടി ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ബോസിൻ്റെ സെലക്ഷനിലേക്കാണ്. പക്ഷേ ഇവിടെ നല്ല അടിപൊളി ഹെയർ ബാൻഡ്സ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച കളർ ഇട്ടില്ല. ഇതിനകത്ത് ആ ഗ്രേ വൺ കണ്ടോ, ബട്ടർഫ്ലൈ ഒക്കെ പോലെ, അതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു നല്ല ഭംഗി തോന്നി. പിന്നെ ഹാനി അതാ അവിടെ ബലൂണ്, ഹാനിൻ്റെ ആ മറ്റേ ഒരു സ്റ്റിക്ക് പൊട്ടിപ്പോയി. അപ്പോൾ ആൻറ്റി അത് നന്നാക്കി കൊടുക്കുകയാണ്. ഇസൂനും പിന്നെ ആൻറ്റി ആ ഒരു ബോ കറക്റ്റാക്കി വെച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടൊക്കെ ബലൂൺ വെച്ച് ഞങ്ങൾ അടിക്കാൻ നോക്കുകയാണ്, 2 ബലൂൺ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഒരു ബാങ്കിളിൻ്റെ വീഡിയോ എടുത്തിരുന്നു, പക്ഷേ അതൊന്നും കാണുന്നില്ല കേട്ടോ. അത് ഞങ്ങൾ അവസാനം കാണിച്ചുതരാം ഗൈസ്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും വാങ്ങണ്ടേ, അതിൻ്റെ ചെറിയൊരു ഇതിലായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്, കാരണം അവിടുന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുറേ നോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ ടോയ്സ് സെലക്ഷൻ നോക്കി. പിന്നെ ഇസു ഒന്നാമത് നന്നായി വാലിടുന്നതുകൊണ്ട് അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, അങ്ങനത്തെ ടൈപ്പ് ടോയ്സൊന്നും കിട്ടിയില്ല. പിന്നെ ക്യാഷിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഉപ്പ കുറച്ച് മുട്ടായി മേടിച്ചു തന്നു കേട്ടോ. ഞാൻ പറഞ്ഞത് എനിക്ക് ജെല്ലി മുട്ടായി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ അതെനിക്ക് മേടിച്ച് തന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഫ്ലേവർ ഗ്രേപ്പാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ വാങ്ങിച്ച ഇതാണ്, രണ്ടാമത് ഹാനിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഫ്ലേവറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുക. ഫസ്റ്റ് തന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു ഷൂ ആണ്. അപ്പോൾ ഇത് നമ്മൾ നല്ല മോഡലാക്കി ഇതുകൊണ്ട് ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് വാങ്ങിയാലോ ഹാനി? ഒരു ക്യൂട്ട് ആയിട്ടുള്ള പീച്ച് കളർ
അപ്പൊ ഇതാണ് നമ്മുടെ ചെരുപ്പ് ഗൈസ്, കുഞ്ഞു കുട്ടപ്പീന്റെ. അപ്പൊ ഫ്രണ്ട്സ് നെക്സ്റ്റ് ഇതൊരു ക്യൂട്ട് ബോ ആണ്. അത് അവൾ ഫോട്ടോ എടുക്കാൻ വാങ്ങിയത് ഗൈസ്. അവിടെ ഇട്ട് നോക്കിയപ്പോ ഇസുക ഒരു പൂവിനെ ഇളക്കി കളിച്ചു ഗൈസ്. പാവം പൂവ് ഗൈസ്. അപ്പൊ പിന്നെ അവള് ഇസുവിന് വാങ്ങിച്ച വേറൊരു ഹാർ ബാൻഡ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോ ഞാൻ മേടിച്ചത്. ഇതിന്റെ വെയിറ്റ് ഇല്ല ഗൈസ്. അതിനെക്കൂടെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് വാങ്ങിച്ചു. അപ്പൊ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആയിട്ട് നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. അയ്യോ, ഞാൻ ഹാനിയുടെ കയ്യിൽ വെച്ചുതരാം. ഹാനി കഴിഞ്ഞിട്ടു. ഇത് നമ്മൾ ഇസ് ബേബിക്ക് വേണ്ടി വാങ്ങിച്ച ഒരു ബോവാണ്. അപ്പൊ ഇനി നമ്മൾ ഇസ് ബേബിക്ക് വേണ്ടി വാങ്ങിച്ച ഒരു കുട്ടി കുട്ടി വളയാണ്. ഇതൊരു 4 എണ്ണം ഉണ്ട്. ഓക്കെ, ഇതാ നല്ല അടിപൊളി കുട്ടി വളയാണ്. ഇത് നല്ല അടിപൊളി സെലക്ഷൻ ആണ്. അവിടെ കുറെ അടിപൊളി സെലക്ഷൻ. ഇത് കൊടുക്കട്ടെ, വേറൊരു സംഭവമുണ്ട്. ബാക്കി ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചറിയാൻ. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങളിൽ ആകെ 300 റുപ്പീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് വെച്ച് മുട്ടായി വാങ്ങിച്ച സാധനം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ. അപ്പൊ എന്റെ ഒരു മോതിരം, അപ്പൊ ഹാനിക്ക് അത് വാങ്ങിച്ചത്. എനിക്ക് ഓൾറെഡി ഒരു മോതിരം ഉണ്ട്. അപ്പൊ ഞാൻ വേറെ ഒരു മോതിരം കൂടി എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ അത് എടുത്തു. എനിക്ക് വേറെ അവിടെ പറ്റുന്ന സൈസ് ഇല്ലായിരുന്നു. കുറച്ച് ടൈറ്റാണ്. ഹാനിക്ക് ലൂസ് ആട്ടോ. ഹാനി എന്തോ ഒരു എന്താ മീന് ഗസ്, നല്ല ഭംഗി ഹാനിന്റെ ഉണ്ട്. ഫ്രണ്ട്സ് ഇതാ ഹാനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഹാനി ഒരു മാല മേടിച്ചു ഗസ്. അപ്പൊ ഹാദിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഹാദി ഒരു, എനിക്കും ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഒരു മാല മേടിച്ചു.